ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാലിഫോർണിയയിലെ ട്രേസിയിലാണ്. ട്രേസിയിൽ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ ട്രിപ്പിൻ്റെ ഇങ്ങോട്ട് വന്നൊന്നും നമ്മൾ വ്ളോഗ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴാണ് വ്ളോഗ് തുടങ്ങുന്നത്. ട്രേസി എന്ന് പറയുമ്പോഴത്തേക്കും പ്രകൃതി മനോഹരമായ ഒരു ഏരിയ ആണ്. നമ്മളിതിന് മുമ്പ് നമ്മൾ ഇവിടെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. സാറേ, എങ്ങനെയുണ്ടായിരുന്നു ഡെലിവറിയൊക്കെ സൂപ്പറായിരുന്നു. നമ്മൾ ഇച്ചിരി താമസമല്ലേ ഇപ്രാവശ്യം? ടയർ പഞ്ചറായതുകൊണ്ട് ഒരു 4 മണിക്കൂർ അവിടെ പോയി. 4 മണിക്കൂർ അല്ല, ഇവിടെ 6 മണിക്കല്ലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പം ഇവരുടെ സമയം 9:30 അല്ലേ? 1.5 മണിക്കൂർ. നമുക്ക് നെബ്രാസ്കയിലെ നോർത്ത് പ്ലാറ്റ് വെച്ച് നമ്മുടെ ടയറൊന്ന് പഞ്ചറായി. നമുക്ക് അത് വെളുപ്പിനെ പഞ്ചറായതുകൊണ്ട് ഒരു ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടത് വന്നു. അവിടെ സമയം പോയി. എന്തായാലും സാധനം ഇറക്കി കിട്ടി. നമുക്ക് റിട്ടേൺ ലോഡ് കിട്ടിയിട്ടില്ല. റിട്ടേൺ ലോഡ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മാർക്ക് ചാടയൊന്നും ഇല്ലായിരുന്നല്ലോ വന്നപ്പോൾ? ഇവർക്കൊരു ചാടയില്ലായിരുന്നു. നമ്മൾ എന്നപ്പോഴേ അങ്ങോട്ട് കൊണ്ട് അവിടെ ഫോർക്ലിഫ്റ്റുകാരൻ വരും. അവനെ ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവൻ തന്നെ വിട്ട് ഡോക്കിലോട്ട് ഇട്ടു. അവൻ തന്നെ ഇറക്കി. അവൻ തന്നെ പേപ്പർ ഒപ്പിട്ടുന്നു. ഇതാ പാറ്റേഴ്സ് എന്നുള്ളതാണോ അല്ലേ? സ്പേഴി അവന്യൂ അതല്ലേ? എനിക്ക് ഫോട്ടോ കണ്ടാലേ മനസ്സിലാവുള്ളൂ. മറ്റേതെല്ലാം നമുക്കറിയാമല്ലോ. ഇത് തന്നെയാന്ന് തോന്നുന്നു. ഇത് തന്നെ. പണ്ട് അൻപിന്റെ പരിപാടി ഇങ്ങനെയാണ്. ബീറില്ലേ ഇപ്പൊ വിളിച്ചു ചോദിക്കും പുള്ളി. ഹായ്, നിങ്ങൾ ബിയർ സർവീസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. വി വിൽ വേറെ ട്രക്ക് സ്റ്റോപ്പിൽ പോകണം. കമ്മിങ് സൂൺ വി വിൽ മീറ്റ് ഓവർ ദെയർ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു. പ്ലീസ് അതറിപ്പണം. പണ്ട് ഇതുപോലെ കാലിഫോർണിയ കിട്ടിയപ്പോൾ ഈ ഫ്രണ്ടിൽ കൊണ്ട് നമ്പറൊക്കെ എഴുതി ഇവിടെ ഒട്ടി ഇങ്ങനെ സ്ലിപ്പ് വെക്കാൻ നേരം ആയപ്പോൾ സ്ലിപ്പ് വെച്ചില്ല, എഴുതിക്കൊണ്ടിരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴേ ഞാൻ കണ്ടു. ഞാൻ ഇങ്ങനെ കണ്ട് ഇവിടെ ഇരിക്കുകയാണ്. പോലീസുകാരനൊക്കെ ഒന്നുമില്ല. അവിടെ കോസ്കോടെ ഡെലിവറിക്ക് പോയപ്പോൾ അവന്മാർ അതിൻ്റെ അകത്ത് കയറ്റിയില്ല. കറക്റ്റ് സമയത്തെ കയറ്റുള്ളൂ പറഞ്ഞു. എവിടെ കൊണ്ട് ഇടും. എന്നിട്ട് ഒരു റാമ്പിൻ്റെ സൈഡിൽ ഇടയുണ്ട്. എവിടെ? മിരാലോമേലാണോ അതോ? അല്ല, ഇവിടെ ഈ ട്രേസിൽ തന്നെ. ഈ ട്രേസിൽ പറഞ്ഞില്ലേ? അപ്പോൾ അവിടുത്തെ റാമ്പിൽ ഇഷ്ടം പോലെ ഇടയുണ്ട് തിരിച്ചുള്ള. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് വരുന്നത് സാറേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഓക്കെ ദിസ് ടൈം നമ്മൾ എക്സ്ക്യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു എൻ്റെ പുറകെ വരാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരു 7-11 ഒരു ഇടയില്ലാത്തടത്ത് കൊണ്ട് കുത്തി കയറ്റി പുള്ളി നമ്മളെ കൊണ്ട് അവിടെ കൊണ്ട് ഇങ്ങോട്ട് കയറിക്കൊള്ളാൻ മതി. അവിടെ ചെന്നിട്ട് പാർക്ക് പോയിട്ട് അവിടെ ആകെ 2-3 പാർക്കിങ്ങേ ഉള്ളൂ. ഓൾറെഡി വണ്ടിയും കിടക്കുക. അതും ഈ പുള്ളി അവിടെ നിന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കി വെച്ചോണം അവിടെ നിന്ന് ചാടാൻ. പുള്ളി അവിടെ അങ്ങോട്ട് മാറിയിട്ട് അവിടെ കിടക്കുക. ഞങ്ങൾ ആ പമ്പിലോട്ട് അന്നേരം കയറ്റി അങ്ങ് ഇട്ടു. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേന് അതിൻ്റെ അകത്തൊക്കെ കയറി ഇതൊക്കെ പിന്നെ പുള്ളി വിട്ടു. ഒറ്റപ്പൊറ്റ കാലിഫോർണിയ ഓടിക്കാൻ പറ്റിയല്ല. മിനിമം ഒരു 2 മണിക്കൂറിലും മിച്ചം ഉണ്ടായാലേ ഇതുവഴി നമുക്ക് 2 കൽപ്പിച്ച് പോരാൻ. അല്ല, ചിലപ്പോൾ ചില ബ്ലോക്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു എന്നാ പറയുക, ഒന്നും ചെയ്യാനുള്ള ഇത് കിട്ടിയല്ല. കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കർബിലൊക്കെ കയറി നിൽക്കാൻ നോക്കി. ചില സ്ഥലങ്ങളിൽ ഇവിടെ ഈ വാളായിരിക്കുമല്ലോ, കർബിന് സ്ഥലമില്ല. അതാണ് ഇവിടെ എല്ലാവരും വാളായിരിക്കും. അതിനല്ല ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരു മയമില്ലാതെ പറക്കണ ട്രാഫിക്കാ. അപ്പൊ നമുക്ക് സേഫ് ആണെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങോട്ട് വളവൊക്കെ വരുമ്പോഴത്തേക്ക് ഉമ്മാരെ നോക്കാതെ ഇങ്ങ് വരുമല്ലേ. പുറത്ത് ചെറിയ തണുപ്പുണ്ട്. അല്ല, ചെറിയെന്ന് വെച്ചാൽ ചെറിയ സുഖകരമായ ഒരു തണുപ്പും ഒരു കാറ്റും. അതെ, നമ്മുടെ ഒരു ഹൈ റേഞ്ചിലൊക്കെ ചെന്ന ഒരു ഫീല്. വിൻഷീൽഡിന്റെ പൊടി ഒന്ന് തുടച്ചേക്കാം. അത് പൊടി മറ്റേ ഇത് കൂട്ട് ഇതിന്റെ ഇപ്പൊ ഇവിടെ ഡെലിവറി നടത്തില്ലേ, അതിന്റെ അകത്ത് കയറിയപ്പോ തന്നെ വന്നാ. അല്ല, ആടിയൊന്നും ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ച അകത്തെ പൊടിയോ? ഞാൻ ഇപ്പൊ പുറത്ത് വന്നേക്കുന്ന പൊടി ഇപ്പം ഈ ആടിലോട്ട് കയറിയപ്പോ എടുത്തപ്പോ തന്നെ ഇതെല്ലാം അവിടെ 2 പൊടി വന്നു. ഒന്ന് ഫേൺലിന്ന്. അത് പിന്നെ ഫേൺലിയിൽ അങ്ങോട്ട് കയറിയപ്പോ തന്നെ ഏതോ മറ്റേ ഇതിന്റെ അകത്തുനിന്ന് ആ സിമെന്റ് ഫാക്ടറിക്ക് അകത്തുനിന്ന് ഒരു ലോറിയും ഇറങ്ങി വന്നതാ. കണ്ണും കാണത്തില്ല, മൂക്കും കാണത്തില്ല. അതുകൊണ്ട് ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് ഇനി സ്ഥിരം പൊടിയോട് പൊടിയായിരിക്കും, പ്രത്യേകിച്ച് ആടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ പൊടിയാതെ വരും. പിന്നെ മറ്റേ പ്രാണി അടിക്കുന്നേ, ഒരുപാട് പ്രാണിശല്യം വരും. അവിടെ വേറൊരു പുള്ളി ഉണ്ടായിരുന്നു, ഞങ്ങൾ പണ്ട് താമസിച്ചത്. ഒരു പുള്ളിക്ക് എനിക്ക് ഒരു 50-60 വയസ്സുണ്ട്. പുള്ളി ഇങ്ങനെ ചെറു വിമാനങ്ങളൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ ഈ കാറിന്റെ ഒക്കെ വലിപ്പമുള്ള ടൈപ്പ് വിമാനം. എന്നിട്ട് പുള്ളിയുടെ ശനി ഞായറുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഗരാജിലാണ് ഫുള്ളി. ഗരാജിൻ്റെ അകത്ത് TV യും വെച്ചിട്ടുണ്ട്, ഒരു ഫ്രിഡ്ജുണ്ട്. അവിടെ ഇരുന്ന് TV ഓണാക്കും. അവിടെ ഇരുന്ന് കസേര ഇരുന്നിട്ട് ആ റോട്ടിൽ കൂടെ, മെയിൻ റോട്ടിൽ കൂടെ വണ്ടി പോകുന്നിടത്തോളം. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ വണ്ടിക്കടി ഈ സാധനം പോകണ്ടായിരുന്നു. പുള്ളി അന്നേരം പറഞ്ഞു, ഒന്നുമില്ല, $500 തന്നാൽ മതി.
അവിടെ ശരി പുള്ളി റോട്ടിൽ കൂടെ പോയിട്ട് നമ്മുടെ വണ്ടി ഇടും. നമ്മള് പുള്ളിക്ക് വാഗൺ റോഡ് കൊടുത്താൽ മതി. അത് ശരി. അതായത് പുള്ളി ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ഹൗസിംഗ് ഇല്ല റോഡില്ലേ, ആ പുള്ളിയുടെ ഗരാജിൽ ഇരുന്നിട്ട് പുള്ളി റിമോട്ടാൽ ഇത് കളിയാ. പിന്നെ ഒരു ഫ്ലൈറ്റ് പോലെ സാധനം ഉണ്ട്, ചെറുതിങ്ങനെ പറന്നു പോകുന്നതാണ് ചിലപ്പോ ഇങ്ങനെ. പുള്ളിക്ക് അതാ പരിപാടിയുള്ളൂ സമ്മർ ആയി കഴിഞ്ഞാൽ. അല്ല ഇത് ഈ ഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് നമ്മുടെ ലേക്കിൽ കൊണ്ടുപോയിട്ടിട്ട് അതാണ് RC കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ടീമുകളുണ്ട്, വലിയ ഷിപ്പൊക്കെ. ഷിപ്പ് മറ്റേ പ്ലെയിനില്ലേ ഒറിജിനൽ നമ്മൾ മറ്റേ ഇത്തിഹാദിന്റെ ഒക്കെ ഫ്ലൈറ്റ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇവര് ഫ്ലൈ ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് നാളെ നമ്മുടെ ഒരു മലയാളി ഇംഗ്ലണ്ടിൽ അത് മറ്റേ ഇതല്ലേ സ്വന്തമായിട്ട് മറ്റേ ഒറിജിനൽ പ്ലെയിൻ ഇതുപോലെ പുള്ളി തന്നെ ഫ്ലൈ ചെയ്ത് പോകുന്നു. ഫാമിലി ആയിട്ട് അതേതോ മന്ത്രിയുടെയോ പഴയ ഏതോ മന്ത്രിയുടെ മകനോ അങ്ങനെ കണ്ടല്ലായിരുന്നു. അതെ അതെ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് പൈലറ്റ്, മറ്റേ നമ്മള് ചെറിയ ഫ്ലൈറ്റിൽ പോയില്ലേ, ഞാൻ പുള്ളിയോട് പറഞ്ഞു നമുക്കിതുപോലെ ഒരെണ്ണമൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത്. പുള്ളി ഇതുപോലെ ആ ചെറിയ വിമാനത്തിൽ വേൾഡ് ട്രാവൽ പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുക. ആണോ? നമ്മളിവിടെ പണ്ടുണ്ടോ ഈരാറ്റുമായിട്ട് ഒരു പുള്ളി പെരുന്നാളിന്റെ ഒക്കെ കൂട്ടിട്ട് ഏതാ വണ്ടി പെരുന്നാളിന്റെ കൂട്ടിയിട്ടെ മറ്റേ ഹെലികോപ്റ്ററിന്റെ വാഗമൺ അങ്ങനെ മൊത്തം കുരിശുമല അവിടെ ഒക്കെ, അതായത് അരുത്തറ അവിടുത്തെ സ്റ്റേഡിയത്തിൽ നിന്ന് ഈ പുഷ്പവൃഷ്ടിക്കാണോ? അതല്ല അതല്ല, ഇത് വേറൊരു അവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തി കൊണ്ടുവന്നാ. അതായത് നമ്മളിപ്പോ ഓരോ 200-ന്റെ ഉണ്ട് 300-ന്റെ ഉണ്ട് അങ്ങനെ പലതുണ്ട്. ഇപ്പൊ നമ്മൾ നയാഗര ഫാൾസിൽ ചെല്ലുമ്പോൾ കാണാമല്ലേ എന്ന് പറഞ്ഞ പോലെ അതിന്റെ മണ്ടേ കൂടെ ഒക്കെ അങ്ങനെ ടൂറിസം. അതായത് ആ പെരുന്നാളിനോടനുബന്ധിച്ച് പുള്ളി അങ്ങ് കൊണ്ടുവന്ന. അങ്ങനെ നമ്മൾ ഇപ്പൊ കിട്ടും നോക്കി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറോളായി. അപ്പം വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പം എന്തായാലും ഇവിടെ അടുത്ത് പാറ്റേഴ്സൺ എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ ഹൗസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് അവിടെ പോയിട്ടുണ്ട്, അങ്ങോട്ടേക്ക് അങ്ങ് പോവാം. ഇവിടുന്ന് നമുക്ക് 40 കിലോമീറ്ററുള്ള. ATL കമ്പനിക്കാരുടെ പ്രസ്ഥാനമാണ്. അതല്ലേ മക്കാർത്തർ അല്ലേ കാണിക്കുന്നത്? അത് തന്നെ അത് തിരിയുമ്പോൾ മക്കാർത്തർ റോഡിൽ കിട്ടുന്ന നമ്മൾ ഹൈവേ നിങ്ങോട്ട് തിരിഞ്ഞ് അപ്പോൾ ആ റോട്ടിൽ കൂടെ തന്നെ ഇറക്കിക്കൊണ്ട് പോകാനാണ്. അപ്പോൾ ശരിയാ. എവിടെ പോയി അപ്പൊ ഇന്ന് ട്രേസിയുടെ കാറ്റൊക്കെ അടിച്ച്. അതെ ഞാൻ പറഞ്ഞതേ നേരത്തേക്കാളും ഇപ്പൊ ഈ വർഷമൊക്കെ നമ്മള് വിന്ററൊക്കെ കഴിഞ്ഞ് സാധാരണ ഇതൊക്കെ നന്നാക്കുമായിരിക്കും, കാരണം റോട്ടിൽ ഇച്ചിടെ കുഴികളൊക്കെ കൂടിയിട്ടുണ്ടോ? അല്ല അത് ശരിയായിട്ടോ, ഞാനും നോട്ടീസ് ചെയ്തു. ഭയങ്കര വൈബ്രേഷനാ റോട്ടിലൊക്കെ. അല്ല പക്ഷെ ഈ കാലിഫോർണിയയില് വിന്റർ അത്ര ശക്തമല്ലല്ലോ. അല്ലേ പോലും അല്ല ഇത് ഹെവി ലോഡുകളൊക്കെ അല്ലേ പോകുന്നത്. അതാണ്. എന്നാ പോലും റോഡിന്റെ ഇതൊക്കെ ഇതുണ്ടോ, ഇതിപ്പോ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലെ ശരാ കക്കണന്മാർ ഇവിടെ എത്തി ആവശ്യത്തിന് ടാറും മെറ്റീരിയൽ ഒന്നും ഉപയോഗിക്കണില്ലേ? അറിയത്തില്ല, പറയാൻ പറ്റില്ല. ഇപ്പൊ പലയിടത്തും മറ്റേ ഇന്ത്യൻ വംശജരൊക്കെ കയറി മോഹൻലാലിന്റെ സിനിമ ഉണ്ടല്ലോ പെരിച്ചാഴി, അമേരിക്ക എന്ന് പറഞ്ഞ പോലെയൊക്കെ നമ്മള് ഇന്ത്യക്കാരൊക്കെ രാഷ്ട്രീയത്തിൽ കയറിയോടുകൂടി ഇവിടെയൊക്കെ മൊത്തം നാട്ടിലെ പോലെ രാഷ്ട്രീയ ആയില്ലേ, ട്രംപിന്റെ ഒക്കെ കളികളൊക്കെ അതുപോലെ ഒരു റോഡ് പണിയിൽ എന്താ ഇത്ര ടാറെന്നൊക്കെ. കാനഡ ഇപ്പൊ വേറൊരു നാളാരുടെ ഒരു യൂട്യൂബിൽ അങ്ങോട്ട് പറയുന്നുണ്ട് കാനഡയിലെ റോഡുകളും ഇതുപോലെ. കാനഡയുടെ റോഡുകൾ എല്ലാവരും നമുക്ക് കാരണം ഈ എക്സ്ട്രീം വിന്റർ അല്ലേ നമുക്ക് അവിടെ. വിന്ററോട് കൂടി അല്ല പലയിടത്തും അങ്ങനെ ഈ പുതുക്കി പണിയുന്ന പരിപാടികൾ, അതായത് ഈ പാച്ച് വർക്ക് ചെയ്യല്ലേ, ആ പരിപാടികൾ ചെയ്യുന്നില്ലെന്നോ ഈ സാമ്പത്തിക ഇതിന്റെ ഒക്കെ ആയിട്ട്. അത് ഈ അലാസ്കയ്ക്ക് പോണ കാര്യം നമ്മളെപ്പോഴും സംസാരിക്കേ, ഞാൻ എപ്പോഴും ആ ഒരു ഇത് ചെക്ക് ചെയ്യണം. അലാസ്കൻ ഹൈവേകള് ഓരോ വിന്റർ സീസൺ കഴിയുമ്പോഴും അവര് അത് മുഴുവൻ കുത്തിപ്പൊട്ടിച്ച് പിന്നെ വീണ്ടും ഫുള്ള് ആദ്യം മുതലേ അത് ചെയ്താലേ ആ റോഡുകൾ നിലനിൽക്കുള്ളൂ. അത്രയ്ക്ക് വിന്റർ ആണല്ലോ അവിടെ. അപ്പൊ അത് കണ്ടിന്യൂസ്ലി ഡാമേജ് ആയിരിക്കും. ഓരോ സീസൺ കഴിയുമ്പോൾ ഫുള്ള് കുത്തിപ്പൊട്ടിച്ച് ആദ്യം മുതലേ ടാറിടും. അപ്പൊ അതുകൊണ്ട് തന്നെ സമ്മറിൽ അങ്ങോട്ട് യാത്ര ചെയ്യാന്ന് വെച്ചാലും എപ്പോഴും ചെളിയും പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ എത്തിപ്പെട്ടാ ഭയങ്കര കിടിലാന്നാ പറയുന്നത്. അലാസ്ക പണ്ട് റഷ്യ ആയിരുന്നു അല്ലേ, റോഡ് പണിയുടെ കാര്യം റഷ്യ കൊടുത്തത്. ആരുടെയും തല. പക്ഷെ ആ സ്ഥലം
ഭയങ്കര നാച്ചുറൽ റിസോഴ്സിന്റെ ഇത് ഏരിയ എന്നാ പറയുന്നത്. അപ്പം റഷ്യക്ക് ഇപ്പൊ അത് അമേരിക്കക്ക് കൊടുത്ത് അബദ്ധമായി പോയെന്നൊക്കെ തോന്നുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്ക ഇനി കൊടുക്കും. ഓരോ യാത്രികന്റെയും സ്വപ്നമാണ് അലാസ്കയിലേക്കുള്ള യാത്ര. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. നമുക്ക് അവിടുന്ന് പോകുന്ന നമുക്ക് റോഡ് നമുക്ക് ബ്രിട്ടീഷ് കൊളംബിയ എന്നിട്ട് ബ്രിട്ടീഷ് കൊളംബിയന്ന് ശരിക്കും അമേരിക്കയ്ക്കും റോഡ് മാർഗം പോകണമെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് കൊളംബിയ വഴിയുള്ള റൂട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടുന്ന് അവിടെ ഏറ്റവും കൂടുതൽ ഗ്യാസും ഓയിലും ഒക്കെ ഉണ്ടായിട്ട് മറ്റേ അവര് പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. ഈ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇഷ്ടംപോലെ ട്രക്കുകൾ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അല്ലാത്ത സാധനങ്ങളുടെയൊക്കെ പൊതുവെ കുറവായിട്ടാണ്. പോപ്പുലേഷൻ വളരെ കുറവാണ്. കാരണം അവിടെ സർവൈവ് ചെയ്യാൻ വലിയ പാടാണ് സാധാരണക്കാർക്ക്. പ്രത്യേകിച്ച് കാരണം ജോലിയൊന്നും അങ്ങനെയില്ല. എല്ലാവരും ഈ വിൽഡർനെസ്സിനെ ആശ്രയിച്ച് ഹണ്ടിങ്ങും. കാരണം വിന്റർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വിന്ററാണ്. കുറച്ച് നാളേ ഉള്ളൂ. അപ്പൊ അവര് മറ്റേ റെയിൻഡിയറും പിന്നെ ഫിഷിങ്ങും അങ്ങനെ വിൽഡർനെസ് ലിവിങ് ആണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഞാൻ ഒരു പ്രാവശ്യം ഉള്ളോട് ചോദിച്ചായിരുന്നു നമ്മുടെ ഡിസ്പാച്ചിൽ അലാസ്കയ്ക്ക് വല്ല ഒരു ട്രിപ്പ് ഉണ്ടായ ഒരു ട്രിപ്പ് ഒന്ന് പോയി വരാൻ സെറ്റ് ആക്കാമോ, അവള് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെ ഒൻറ്റാറിയോന്ന് പോകാൻ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു BC-ന്നും ആൽബർട്ടയിൽ അലാസ്കയ്ക്ക് പോകുന്നുണ്ടെ തന്നെ ഈ ഗ്രോസറി സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ട്രിപ്പുകൾ ഉള്ളത്. അവർക്ക് ലെഫ്റ്റാ പച്ച അവിടെ അടിപൊളി. Turn left at the traffic light. Turn right at the stop sign. ട്രെയിൻ വരുന്നുണ്ടോ? ഇങ്ങനെ വന്ന് സ്റ്റോപ്പ് സൈനിൽ നിൽക്കുമ്പോൾ ട്രെയിൻ വന്നാൽ മുമ്പി. നാട്ടിലെ പോലെ ഒരുപാട് സമയമൊന്നും എടുക്കുകയല്ലോ. ഈ കോഴി പെട്ടെന്ന് ആക്കുമല്ലോ. പോട്ടെ 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 പോട്ടെ. ഇനി കിട്ടുമോ? റേഞ്ചർ ഓറുകാരൻ ഇങ്ങോട്ട് വരണം. ചേച്ചിയാ അതുകൊണ്ട് കൈയൊന്നും പൊക്കിയിട്ട് കാര്യമില്ല. നീ അവിടെ വെച്ചാൽ കൈയൊക്കെ കാണിച്ചിട്ട് ചേച്ചി മേടിച്ചു ചേർത്തിരിക്കുക. നിങ്ങൾ മറ്റേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചോണ്ട് ഇപ്പം നമ്മള് കൈയൊക്കെ ചേച്ചി കണ്ട് പിടിച്ച് ഞെക്കാൻ ചെല്ലണ. ചേച്ചി സ്റ്റിയറിംഗിന്റെ പുറകെ ഒളിച്ചൊക്കെ ഇരിക്കണം. നമ്മള് താങ്ക് യു പറഞ്ഞ ഏത് താങ്ക് യു ടോന്ന് റേഞ്ചർ വന്നിട്ട് അങ്ങനെ ഒളിച്ചിരിക്കണ ആലോചിച്ച് ശരിക്കും പറഞ്ഞ ചേച്ചി നിർത്തി തന്നാ. അതെ, ചേച്ചി നിർത്തി തന്നല്ലേ, പേടിച്ച് തന്നാ. പേടിച്ചിട്ട് നിർത്തിയാ. എന്തായാലും നന്നായി. പരിസരമൊക്കെ ഒന്ന് കാണിച്ച്. കാരണം ഈ മലനിരകൾ കാണുന്ന ഇങ്ങനത്തെ സൈഡിൽ കൂടെ അല്ല മറ്റേ എല്ലാം ഉണങ്ങിയല്ലോ. ഉണങ്ങി പച്ചപ്പ് മാറി. എന്നല്ലേ കഷ്ടിച്ച ഒരു മാസം എല്ലാം ഒന്ന് അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് കഴിയുമ്പോ എല്ലാം കരിഞ്ഞോണം. ഒറ്റ ഉണക്ക് വന്ന് കഴിയുമ്പം അതങ്ങനെയല്ല. ട്രെയിനിലെന്ന് വെച്ചാൽ ലോഡുമായിട്ട് പോയ ട്രക്കാ, പിന്നെ അവൻ അതുമായിട്ടൊന്ന് ഇതാകണം. ശീലമായി പോയി ട്രക്ക്. എല്ലാം നല്ല ഗോതമ്പിന്റെ കളറിൽ നല്ല അടിപൊളി കാലിഫോർണിയൻ കാഴ്ചകൾ അല്ലേ? ഇന്നാളെ വന്നപ്പോ പച്ചയായിരുന്നു അല്ലേ? ഇന്നാളെ വന്നപ്പോ പച്ചയായിരുന്നു. ഇതാണേലും സണ്ണുള്ളപ്പോ നല്ല രസമുണ്ടല്ലേ? നല്ല ഇത് കൂടി ഈ കാണുന്ന അത്രയും വെയിലില്ല, അതാണ് ഐ മീൻ ചൂടില്ല, അതൊരു വലിയ ഗുണം. പക്ഷെ ഇവിടുത്തെ എനിക്കൊന്ന് ഈ മണ്ണല് വെള്ളം നിൽക്കുന്ന കാണില്ല. വെള്ളം പെട്ടെന്ന് വരുന്നത്. ഇവിടെ വെള്ളത്തിന് എപ്പോഴും സ്കേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലം. അതിൽ ഇവിടുത്തെ കർഷകർ എപ്പോഴും ഇവിടുത്തെ വെള്ളത്തിന് ആവശ്യത്തിന് ഡാമും റിസർവറും വേണമെന്ന് പറഞ്ഞോണ്ടാ എപ്പോഴും. ഇവിടുത്തെ മണ്ണില് നിൽക്കുന്ന അതുകൊണ്ടാണ് ഇതുപോലെ പെട്ടെന്ന്. അതെ, തന്നെയല്ല ഇത് കടലിന്റെ സൈഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഈ വെള്ളം കടലിലേക്ക് ഒഴുകി പോവുകയും ചെയ്യുവേ. വെള്ളം സേവ് ചെയ്യുമെന്ന് പറഞ്ഞവർ എപ്പോഴും ഇങ്ങനെ. In 900 meters, turn left on I-580. ഹൈവേ എത്തി. ഹൈവേ കൂടെ ഒരു 32 കിലോമീറ്റർ ചെന്നാൽ നമ്മളെ
പാറ്റേഴ്സൺ എന്ന സ്ഥലത്തെ ലൗസിലെത്തുന്നതായിരുന്നു. അതുകൊണ്ടല്ലോ നമ്മളെ ഈ ഉണ്ണീശോപ്പുല്ല് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയില്ലേ, നമ്മുടെ നാട്ടിൽ അത് വേറെ കാര്യമുണ്ട്. ഈ പുല്ല് പറിച്ച് കെട്ടാക്കിയിട്ടുണ്ടല്ലോ, ക്രിസ്മസിന്റെ സമയമാകുമ്പോ നമ്മുടെ മറ്റേ പുൽക്കൂട് ഉണ്ടാക്കാൻ. അതെ, നല്ല ടെൻഡർ പുല്ലായത്. എനിക്ക് തോന്നുന്നു മൊയലിനൊക്കെ കൊടുക്കുന്ന ഇങ്ങനത്തെ തിമോത്തി ഗ്രാസോ അങ്ങനെയാണ്ടോ ഇവിടെ അതിന് പറയുന്നത്. അതെ അതെ, തിമോത്തി ഹേ. നമ്മളെ വീട്ടിലെ മൊയലുണ്ടല്ലോ, അതിന് കൊടുക്കാൻ വേണ്ടിട്ട് നീനായും കൊച്ചു എപ്പോഴും മൊയലിന് ഇഷ്ടപ്പെട്ട ടെൻഡർ ആയിട്ടുള്ള കച്ചി. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കല്ലേ? അതോ ക്യാരറ്റ് കഴിക്കാറില്ല, പക്ഷെ ക്യാബേജിന്റെ ഇല, ലെറ്റൂസിന്റെ ഇല അതൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. കൂടുതലും അതിന് പെല്ലറ്റ്സ് ഉണ്ട്. പിന്നെ ഈ ഹേ നമ്മുടെ കച്ചിയാ കഴിക്കുന്നത്, ഈ തിമോത്തി ഗ്രാസ്. വലിയ മെയിൻ്റെനൻസ് ഒന്നും ഇല്ല കേട്ടോ. അതിപ്പോ ഒന്ന് ഇണങ്ങി എല്ലാവരുമായിട്ടും. ഇപ്പൊ പേടിയൊന്നുമില്ല. എല്ലാവരും നമുക്ക് വലിയ മെയിൻ്റെനൻസും ഇല്ല. വലിയ ഇപ്പം ഈ സാധാരണ ഇതിന്റെ അപ്പിയൊക്കെ വരുമ്പോഴത്തേക്ക് വീട്ടിലൊരു മണമൊക്കെ ഉണ്ടാവും. എനിക്ക് അതൊക്കെയായിരുന്നു തീരെ താല്പര്യമില്ലാത്ത. പക്ഷെ ഇത് അങ്ങനത്തെ വിഷയമുള്ള കേസൊന്നുമില്ല. കാരണം വീടുമായിട്ടൊന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ അതൊരു പർട്ടിക്കുലർ സ്പോട്ടിൽ ആണ് ഇത് അപ്പിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ സ്പോട്ടിൽ കറക്റ്റ് അപ്പിക്കുള്ള ഒരു ട്രേ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ പൊക്കോളും. അപ്പൊ അങ്ങനെ അപ്പം വീടിന്റെ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും മെസ്സാക്കാണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാ കോൺസ്റ്റന്റ്ലി നമ്മളൊന്ന് ഈ ഹൂർ ചെയ്ത് വിട്ടേക്കണം, വാക്യൂം ക്ലീനർ. കാരണം ഈ വല്ല ഈ കൂടെയൊക്കെ ഒന്ന് പൊഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ നോക്കിയിട്ട് മറ്റുള്ളവങ്ങളൊക്കെ ആയിട്ട് വെച്ച് നോക്കിയിട്ടൊരു നമുക്ക് വലിയ ശല്യമില്ല. അല്ലെങ്കിൽ ഈ പിള്ളേർ പുറകെ ആണല്ലോ, പെറ്റിനെ തരാവോ, പെറ്റിനെ മേടിച്ചാരോ. അയ്യോ, നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ശല്യമൊന്നും ഇല്ലെന്നോ? ശല്യമുണ്ട്. ഞാൻ മത്സ്യത്തെ നിർത്തിക്കുന്നു, മീനെ നിർത്തുവാണെങ്കിൽ പിന്നെ അത്രയും പണിയില്ല. ഇത്ര നാളെ ഞങ്ങളും അതായിരുന്നു, പെറ്റായിട്ട് മറ്റേ ഒരു ബെറ്റനെ മേടിച്ചിട്ട്. എല്ലാരോടും പറയുമ്പോൾ മറ്റേ പട്ടി വേണം പൂച്ച വേണം എന്ന് പറയാം. അപ്പം ഇത് കൊണ്ടിരുന്ന് കഴിയുമ്പം ഓരോരുത്തർക്ക് ഓരോ മീനെ മേടിച്ചു കൊടുത്തേക്കും. അപ്പൊ ഓരോരുത്തരുടെ കയ്യിലും ഇതും വെച്ചോണ്ട് കൊടുക്കും. അത് അതൊരു ശല്യം ഇല്ലാതെ കുപ്പിക്കകത്ത് കിടന്നോളൂ. അത് ഓർമ്മ കണ്ട് ചത്തുപോയപ്പോഴാണ് ചില പ്രയാസം. അയ്യോ, അതുപോലെ ചത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ വലിയ സങ്കട. നമ്മൾ വന്നുവന്ന് ട്രേസിക്ക് അടുത്തുള്ള പാറ്റേഴ്സൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പാറ്റേഴ്സണിലുള്ള ഈ ലൗസിലാണ് നമ്മൾ നിർത്തി ഇന്നത്തെ നമ്മുടെ ഭാവി എന്തായിരിക്കും എന്ന് ആലോചിക്കുന്നത്. ഇവനെന്നെ പോകാൻ തീരെ താല്പര്യമില്ല. ഇവനെന്നെ കാണിക്കണേ ഫുള്ള് ഫോണിലേ ഈ പുള്ളി. ആദ്യം മറ്റേ ഫേസ് ടൈം ചെയ്തോണ്ടിരിക്കുന്നു. ഇത് എപ്പോഴാണ്ടോ ആ റൈറ്റ് സൈഡില് അങ്ങോട്ട് പോവാണോ? റോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകും. എണ്ണക്കകത്ത് പൊരിക്കുന്ന മണം വരും. സത്യമായിട്ടും ഇന്ത്യൻ ഫുഡ്, തണ്ടൂരി റെസ്റ്റോറൻറ്റ്, നാട്ടിലെ ചായ, കൈയിട്ട ചായ എന്നൊക്കെ പറയും. അവൻ തിരിച്ചു പോവാണോ? ഇവനെന്നെ തൂക്കടാ, നമുക്ക് സെക്യൂരിറ്റി വല്ലതും വന്നോ? അതെ, പൊക്കോളാൻ പറഞ്ഞു. ഏതവനാണോ ഇത്? പഞ്ചാബിയാണോ? ആർക്ക് ആഹാ, വിശാലമായ ഷോറൂം. വിശാലം വന്നപ്പോൾ ഇതിപ്പോൾ എങ്ങോട്ട് എടുക്കണം അറിയില്ല. അവരെ ഇടിച്ചങ്ങ് കയറ്റിയാലോ? ചിലപ്പോൾ അവന്മാർ ഇടിക്കാൻ വേണ്ടി നോക്കിയിരിക്കും. കറക്റ്റ് അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് കൊണ്ട് ചവിട്ടി നിർത്താൻ നേരം അവിടെ ഇച്ചിരി ഗ്രീസൊക്കെ ഉണ്ടായിട്ട് അങ്ങ് തെന്നി പോകണം, പോയി ഇടിക്കണം.
വീറല് വരുമ്പോഴേ നമ്മളിത് വീഴാതെ ചിലപ്പോ അത് പെട്ടെന്നേ ഒരു ഒറ്റ എടുക്കെടുക്കുമ്പോണ്ടല്ലോ തെറിച്ച് വലിയ ഷോ ഇങ്ങനെ എടുത്താ മറ്റേക്കൂട്ട് വീപ്പയില്ലേ, ഇത് ഈ വീപ്പ. അതാണ് ഇപ്പൊ ഈ വീപ്പയ്ക്ക് ചുറ്റുമാരി കുറ്റിയൊക്കെ വെച്ചേക്കുന്നത്. വീപ്പയ്ക്കറ്റൊക്കെ കുറെ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോ പാറ്റേഴ്സൺ എന്ന് പറയുന്ന സ്ഥലത്തെ ലവ്സ് എന്ന് പറയുന്ന ട്രക്ക് സ്റ്റോപ്പിൽ വണ്ടിയൊക്കെ ഒതുക്കി എന്തിനും തയ്യാറായിരിക്കുകയാണ്. ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വന്നാലോ? എന്തായാലും നല്ല സൂപ്പർ ഒരു ഷവറും കഴിഞ്ഞു, ഒരു കാപ്പി എടുത്തു. നല്ല ശാന്തമായ ഒരു സ്ഥലവും ശാന്തമായ ട്രക്ക് സ്റ്റോപ്പും. നമുക്ക് വയ്യ ട്രക്കിൽ പോയി കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. ഇതുവരെ ട്രിപ്പ് വന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ നിരാശാജനകമായ കാത്തിരിപ്പിന് ഒരു വിരാമം കുറിച്ചുകൊണ്ട് അതെ നമ്മുടെ ബിയർ മേടിച്ച പയ്യെ സായാഹ്നം ആഘോഷിച്ചേക്കാന്ന് വിചാരിച്ചു. വലിയ ചൂടൊന്നുമില്ല കേട്ടോ, നല്ല സൺഷൈൻ. ഏതാണ്ട് 22-23 ഡിഗ്രി ആണെന്ന് തോന്നല്ലേ. കാലിഫോർണിയ ഈവനിങ് വൈബ്സ്. സൺ ബ്ലാസ്റ്റിംഗ്. നല്ല വില എല്ലാത്തിനും. സാറേ ഏതാ ഓരോന്നും മതിയോ? രണ്ടെണ്ണം എടുത്തേക്കാം. വില കൂടുതൽ എന്തിനാണ്? അപ്പൊ ക്വാളിറ്റി കൂടുതലെന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ പറയുന്നത്. കൊറോണ എടുത്തോന്ന് സെറ്റ്. ആണോ? അപ്പം cheers. I'm taking